പ്രിയമുള്ളവരെ, ഇന്ന് വലിയ നോമ്പിൽ 46-ാം ദിനം. കുനിയുന്നതിൻ്റെ മഹത്വം. ഒരു പ്രോഗ്രാമിൽ സംഘാടകരും അതിഥികളും എത്തുന്നതിന് വളരെ മുമ്പ് തന്നെ മുഖ്യ അതിഥിയായ മഹാത്മാഗാന്ധി എത്തി. ലളിതമായ ഖാദി വസ്ത്രം ധരിച്ചെത്തിയ അദ്ദേഹം ആരുടെയും ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കാതെ വന്നിരുന്ന ജനങ്ങളുടെ ഇടയിൽ ചെന്ന് അവരുമായി കുശലം പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഭാരമേറിയ ഒരു ബാഗുമായി ഒരാൾ അവിടേക്ക് വന്നു. ഗാന്ധിജി അവിടുത്തെ ഒരു വോളണ്ടിയറാണെന്ന് തെറ്റിദ്ധരിച്ച് അയാൾ തൻ്റെ ഭാരമേറിയ ബാഗ് ചുമക്കാൻ ആവശ്യപ്പെട്ടു. ഗാന്ധിജി സൗമ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് അയാളുടെ ബാഗ് ചുമന്ന് ഏറെ ദൂരം കൂടെ പോയി. പിന്നീട് യോഗം ആരംഭിച്ചപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് തൻ്റെ ഭാരമേറിയ ബാഗ് ചുമക്കാൻ താൻ ആവശ്യപ്പെട്ടയാളാണ് ഇന്നത്തെ മുഖ്യ അതിഥി എന്നത്. യോഗം കഴിഞ്ഞ ഉടനെ അയാൾ മഹാത്മാഗാന്ധിയുടെ അടുക്കൽ ചെന്ന് ക്ഷമാപണം നടത്തി. എന്നാൽ ഗാന്ധിജിയാകട്ടെ യാതൊരു അനിഷ്ടവും പ്രകടിപ്പിക്കാതെ പുഞ്ചിരിയോടെ ആവശ്യത്തിലിരുന്ന ഒരാളെ സേവിച്ചതിലുള്ള സന്തോഷം മാത്രം പ്രകടമാക്കി. ഈ സംഭവം ആഴമേറിയ ഒരു സത്യം വെളിപ്പെടുത്തുന്നു. യഥാർത്ഥ മഹത്വം അംഗീകാരം തേടുന്നില്ല, അത് എളിമയുള്ള സേവനത്തിലൂടെ പ്രകടമാകുന്നു. സ്നേഹത്തോടെ ചെയ്യുമ്പോൾ ഒരു പ്രവൃത്തിയും ചെറുതല്ല. കർത്താവും ഗുരുവുമായവൻ തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാൻ മുട്ടുകുത്തുന്ന മനോഹര കാഴ്ചയെ വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ വരച്ചു കാട്ടുന്നു. ഇത് ഒരു സാധാരണ പ്രവൃത്തിയായിരുന്നില്ല. കാരണം ഒരു വീട്ടിലെ ഏറ്റവും താഴ്ന്ന ദാസൻ്റെ ജോലിയായിരുന്നു മറ്റുള്ളവരുടെ കാല് കഴുകൽ. പക്ഷേ യേശു ആ സ്ഥാനം സ്വമേധയാ തിരഞ്ഞെടുത്തു. തൻ്റെ പീഡാനുഭവത്തിൻ്റെ തലേ രാത്രിയിൽ അംഗീകാരമോ ബഹുമാനമോ അവൻ ശിഷ്യരിൽ നിന്നും ആവശ്യപ്പെട്ടില്ല. പകരം തൻ്റെ ശിഷ്യരുടെ പാദങ്ങൾ കഴുകാൻ അവൻ സന്നദ്ധനായി. ഇവിടെ യേശു മഹത്വത്തെ പുനർനിർവചിക്കുകയായിരുന്നു. യഥാർത്ഥ സ്നേഹം കുനിയുന്നതാണെന്നും മുട്ടുകുത്തുന്നതാണെന്നും എളിമയുള്ള സേവനത്തിലൂടെയാണ് യഥാർത്ഥ നേതൃത്വം പ്രകടമാകുന്നതെന്നും അവൻ കാണിച്ചു തന്നു. എന്നാൽ ഈ മഹത്തായ ദൃഷ്ടാന്തത്തെ പോലും ഇന്ന് വാണിജ്യവൽക്കരിച്ചിരിക്കുന്നു. ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളുടെ ക്യാമറ കണ്ണുകൾക്ക് മുമ്പിൽ കാൽ കഴുകുന്നത് എളുപ്പമാണ്. എന്നാൽ മറ്റൊരാളുടെ കാൽ കഴുകണമെങ്കിൽ ആദ്യം നാം ചെളിവെള്ളത്തിൽ ഇറങ്ങണം. വലിയ നോമ്പിൻ്റെ അവസാന നാളുകളിലേക്ക് നാം അടുത്തു വരുമ്പോൾ ക്രിസ്തുവിൻ്റെ എളിമയെ അഭിനന്ദിക്കാൻ മാത്രമല്ല, ആ മാതൃക സ്വജീവിതത്തിൽ കാട്ടുവാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ശിഷ്യത്വം വെറും പ്രാർത്ഥനയും ധ്യാനവും മാത്രമല്ല, മറിച്ച് ക്രിസ്തു കുനിഞ്ഞ ഇടങ്ങളിലൊക്കെ കുനിയുവാനും അവൻ മുട്ടുകുത്തിയ ഇടങ്ങളിലൊക്കെ മുട്ടുകുത്തുവാനുമുള്ള നിയോഗം കൂടെയാണ്. മറ്റുള്ളവരെ സേവിപ്പാൻ നാം നമ്മെ തന്നെ താഴ്ത്തുമ്പോൾ നമ്മുടെ രക്ഷയ്ക്കായി തന്നെ തന്നെ താഴ്ത്തിയ ക്രിസ്തുവിൻ്റെ ഹൃദയത്തെയാണ് നാം പ്രതിഫലിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ എളിമ ജീവിതത്തിൽ പിന്തുടരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സസ്നേഹം, ഈപ്പനച്ചൻ.